ജയിലിൽ മട്ടൻ കറിയും സുഭിക്ഷമായ ഭക്ഷണവും പിന്നെ സുഖജീവിതം. ഒരാളെ കൊന്നാലും കൂട്ടക്കൊല നടത്തിയാലും ശിക്ഷ ഒരുപോലെ തന്നെ. ജീവപര്യന്തം ലഭിച്ചാൽ അങ്ങനെ ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് ജയിലിൽ സുഖിക്കാമെന്നാണ് ഇടുക്കി ചീനിക്കുടിയിലെ ഹമീദ് കരുതിയത്. സ്വത്തിനു വേണ്ടി മകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ ഹമീദ് അങ്ങനെ സുഖിക്കാൻ വരട്ടെ. അയാളുടെ ക്രൂരതയ്ക്ക് നമ്മുടെ നീതിപീഠം വിധിച്ചത് തൂക്കുകയറാണ്. ചീനിക്കുടിയിൽ ഉറങ്ങിക്കിടന്ന മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും ചുട്ടരിച്ചു കൊന്ന കേസിലാണ് പിതാവ് ഹമീദിന് കോടതി വധശിക്ഷ വിധിച്ചത്. വർഷം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് ശിക്ഷാവിധി. മകനെയും ഭാര്യയെയും കൊച്ചുമക്കളെയും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതി വിധിച്ചു. 80 വയസ്സുള്ള പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെയായിരുന്നു ശിക്ഷാവിധി. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചു. മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. ഈ പ്രതി ഇത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് തെളിയിക്കുന്ന സാഹചര്യം, അതായത് സംഭവത്തിന് 2 ദിവസം മുമ്പ് പ്രതിയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു 2,20,000 രൂപ ക്യാഷും പിന്നെ കുറേ രേഖകൾ, അവയൊക്കെ അതിൽ 50,000 രൂപ അയാൾക്ക് കിട്ടാനുള്ള ഇതിന് ഒരാൾ കൊടുത്ത ചെക്ക് വരെ അവിടെ കൊണ്ട് സൂക്ഷിച്ചു. കരുതിക്കൂട്ടി മാറ്റി തന്നെയായിരുന്നു എന്നുള്ളത് അല്ലേ? ആ, കരുതിക്കൂട്ടിയാണ്. ഈ വിചാരണ വേളയിൽ ആ 2,20,000 രൂപ അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപയാണെന്ന് കാണിച്ച് ഹർജി ബോധിപ്പിച്ച് ആ രൂപ അദ്ദേഹം വാങ്ങുകയും ചെയ്തു. 2022 മാർച്ച് 19 അർദ്ധരാത്രിയിലാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ കൂട്ടക്കൊല നടന്നത്. തൊടുപുഴ ചീനിക്കുഴി സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ 16-കാരി മെഹറീൻ, 13 വയസ്സുള്ള അസ്ന എന്നിവരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. ഹമീദിന്റെ പിതാവ് മക്കാർ കൊച്ചുമകനായ ഫൈസലിന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് മകനുമായി നിരന്തരം തർക്കമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ 4 വധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കേസ് നല്ല രീതിയിൽ പ്രോസിക്യൂട്ടർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി. എല്ലാ രീതിയിലുള്ള എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രതിയുടെ ശരീരത്തിൽ പൊള്ളലുണ്ടായി. ഇവിടെ ശരീരത്തിൽ നിന്ന് നമുക്ക് പെട്രോളിൻ്റെ അംശം കിട്ടി, വസ്ത്രങ്ങളിൽ നിന്ന് കിട്ടിയായിരുന്നു, പിന്നെ മുറിയിൽ നിന്നും കുറച്ച് പെട്രോളിൻ്റെ ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. പിന്നെ സാക്ഷികളെന്ന് പറയുന്ന ഈ കുറ്റം കിട്ടുന്ന 1-ാം സാക്ഷി രാഹുലുണ്ട്. രാഹുലൊന്നും ആദ്യം ഒട്ടിപ്പൊളിച്ചപ്പോഴത്തേക്കും ആ ഗ്യാപ്പിന് പുള്ളി 2 കൂടെ കുറ്റം കിട്ടായിരുന്നു. മകനും കുടുംബവും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടായിരുന്നു ഹമീദ് ഈ ക്രൂരകൃത്യം നടത്തിയത്. ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടി. ജനലിലൂടെയും മേൽക്കൂരയിലൂടെയും പെട്രോൾ ഒഴിച്ചാണ് പ്രതി തീയിട്ടത്. സംഭവ ദിവസം വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ കണക്ഷനും ഹമീദ് വിച്ഛേദിച്ചിരുന്നു. മുറിക്കുള്ളിൽ തീ പടർന്നതോടെ 4 പേരും ശുചിമുറിക്കുള്ളിൽ കയറി കതകടച്ചെങ്കിലും ഹമീദ് അവിടേക്കും ചെറിയ കുപ്പികളിൽ പെട്രോൾ ഒഴിച്ചു. 2 കൈകളിലും മക്കളെ ചേർത്തു പിടിച്ച നിലയിലായിരുന്നു ഫൈസലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഹമീദിന്റെ വഴിവിട്ട ജീവിതശൈലിയെക്കുറിച്ചും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്വത്ത് തർക്കമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി ഹമീദ് മറ്റ് സഹായങ്ങളില്ലാതെ ഒറ്റയ്ക്ക് കൃത്യം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവിധ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ച ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വിധിക്കെതിരെ പ്രതിഭാഗം അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഞങ്ങൾ വി വിൽ ഗോ ഫോർ അപ്പീൽ. We will prove our innocence. ഏത് രീതിയിലാണ് ഇന്നസെൻസ് പ്രൂവ് ചെയ്യുന്നത്? കാരണം our case അതിപ്പോൾ ഞാൻ കോടതി വിധി വായിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. I know my case. എനിക്ക് എൻ്റെ കേസ് എനിക്കറിയാം. and I am sure that innocence will be proved in the High Court. കേസിൽ 71 സാക്ഷികളെ വിസ്തരിച്ചു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കരിമണ്ണൂരിൽ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താൻ മകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിയുടെ വാദം. മകൻ വിൽപ്പനയ്ക്കായി എത്തിച്ച ഡീസലും പെട്രോളും കത്തിയെന്നും ഇതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു മൊഴി. എന്നാൽ സാക്ഷികളെ അടക്കം നിരത്തിയുള്ള സമഗ്ര അന്വേഷണത്തിൽ പ്രതി നടത്തിയ കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു. സ്വത്ത് തിരികെ കിട്ടാനായി ഹമീദ് തൊടുപുഴ മുൻസിഫ് കോടതിയിലും ജീവിത ചെലവിനായി പണം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിലും കേസ് ഫയൽ ചെയ്തിരുന്നു. സ്വത്ത് തിരികെ നൽകിയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നുകളയുമെന്ന് ഹമീദ് ഭീഷണിപ്പെടുത്തിയതായി ഫൈസൽ 2022 ഫെബ്രുവരിയിൽ കരിമണ്ണൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു.
ഇതിനുശേഷമായിരുന്നു നാടിനെ ഒട്ടാകെ നടുക്കിയ ക്രൂരകൃത്യം അരങ്ങേറിയത്. ന്യൂസ് 18 ഇടുക്കി.